കോഴിക്കോടേക്കാണ് പോകുന്നത്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്, അല്ലെങ്കിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കോഴിക്കോട്ട് നിന്ന് ചേരുന്നത്. ദീപകിന്റെ ടീമിന്റെ ഓണാഘോഷം 2-3 ദിവസം മുമ്പ് തുടങ്ങി. പ്രൊമോഷണൽ വീഡിയോ ഒക്കെ നേരത്തെ കണ്ടു. ദീപക് ധർമ്മടം സംവിധാനം ചെയ്ത ഒരു വീഡിയോ അത് കണ്ടപ്പോൾ തന്നെ അത് എന്താണ് ഈ ഓണാഘോഷം എങ്ങോട്ടാ പോകുന്നതെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. എന്താണ് കോഴിക്കോട് ബ്യൂറോയിലെ ആഘോഷം? വിജയകുമാർ പറഞ്ഞ ശരിയാണ്. ആ പ്രൊമോ വലിയ റീച്ച് കിട്ടി. 11K ഇപ്പൊ തന്നെ പിന്നിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ആഘോഷം. നമുക്ക് ആദ്യം പൂക്കളത്തിലേക്ക് പോകാം. മിഥില ബാലന്റെ നേതൃത്വത്തിലാണ് പൂക്കളം ഒരുക്കിയത്. പക്ഷേ മിഥില ബാലൻ എത്തുന്നതിന് മുൻപ് തന്നെ രാജേഷ് വള്ളരി കൊണ്ട് പണി തുടങ്ങി കഴിഞ്ഞു എന്നുള്ള ഒരു പരാതിയുണ്ട്. പക്ഷേ ആ പരാതിയിലും സന്തോഷം മാത്രമാണ്. ഇതാ നിഖിൽ പ്രമേഷ് നമ്മുടെ ഭാവഗായകൻ ഇവിടെയുണ്ട്. അതിലപ്പുറത്തേക്കുള്ള ഭാവഗായകൻ സമീർ ഇവിടെയുണ്ട്. നിഖിലെ, നമുക്ക് പാട്ട് ഡാൻസ് എല്ലാം ഉണ്ടല്ലോ. എവിടെ ഷാഹിദ് റഹ്മാൻ എന്താ പറയുക? ഷാഹിദ് റഹ്മാൻ മേക്കപ്പ്. ഇതിലൊരു പ്രശ്നം എന്താ അറിയോ വിജയ? ഷാഹിദ് റഹ്മാൻ അറിയാതെ ഷാഹിദ് റഹ്മാന്റെ ഉമ്മയെ നമ്മളോട് കൊണ്ടുവന്നു. അതുകൊണ്ട് ഷാഹിദ് റഹ്മാൻ ആകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇതാ നമുക്കിവിടെ ഋതുകുടൻ നമ്മുടെ ഋതുകുട ഒരു 2 പേര് ഇപ്പൊ പാടിയല്ലോ. എന്റെ ഒരു ഇൻട്രോ ഒന്നുമില്ല, എന്റെ ഒരു മലയാള സോങ് ഇറങ്ങിയിട്ട് അപ്പൊ അത് ഞാൻ പാടാണേ. ഒരു നീർത്തമൂളം തണ്ടിൻ ശ്രുതി സുന്ദരനാദം പോൽ മധുരം തരളം വിരിവൂ മനസ്സിൽ കനവുകളുടെ തിരുവോണം ബാല്യസ്മരണകളുടെ തിരുവോണം ഓണം പൊന്നോണം തിരുവോണം ഓണം പൊന്നോണം തിരുവോണം. താങ്ക് യു. ബാല്യകാല സ്മരണയിൽ തന്നെയാണ് ഇതുകൊണ്ടുള്ളത്. മേക്കപ്പ് കഴിഞ്ഞ് ഷാഹിദ് റഹ്മാൻ എത്തിയിരിക്കുന്നു. ഷാഹിദേ, സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയില്ലേ ഉമ്മാനെ കണ്ടപ്പോൾ? ഇതാ ഈ ഷാഹിദിന്റെ ഉമ്മാനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഷാഹിദ്. കാരണം എന്താ അറിയോ? ഷാഹിദ് അറിഞ്ഞിട്ടില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഉമ്മാനെ കൊണ്ട്. കാരണം എന്താ അറിയോ? ഇവ മുടക്കാൻ നോക്കൂ. എന്നോട് ഇന്നലെ പറഞ്ഞതറിയോ? ഉമ്മക്ക് സുഖമില്ല, വരുന്നില്ല. ഞാൻ വിളിച്ചു, നേരെ ഉമ്മ വന്നു. അല്ലേ ഉമ്മ, എന്താ അവസ്ഥ? എന്നിട്ട് പിന്നെന്താ വന്ന് സാറങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഏതായാലും എത്തിയിട്ടുണ്ട്. ഇതാ വേറെ അതിഥികളുടെ സുമേഷ് ഇതാ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ എറണാകുളത്തേക്ക് പോവുകയാണ് ഇന്ന് വൈകുന്നേരം. വീട്ടിൽ ഓണം കൂടാൻ വേണ്ടി. ഇതാ ഇവിടെ 2 വനിതകളുണ്ട്. നിഖിലെ, ഈ വനിതകളെ നേരിടാൻ നീ തന്നെ വേണ്ടി വരും, ഇല്ലെങ്കിൽ ഇവർ സംസാരിക്കില്ല. നവദമ്പതികൾ എവിടെ? രാധാകൃഷ്ണൻ ഇവിടെ ഉണ്ട്. രാധാകൃഷ്ണൻ ഇതാ നവദമ്പതികള്. ഇതാ ഇവിടെ 2 പേര്, ഞാനും ഭാര്യയുണ്ട്. മറ്റേ ഗോകുല് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അപ്പൊ നിഖില് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും നല്ല. ഇവരെ നമ്മുടെ തവണത്തെ വലിയ സന്തോഷം നമ്മുടെ സ്ട്രിങ്ങർമാരും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഓൾറെഡി ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാണ്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, നേരത്തെ ഒരുപാട് അവിടെ വന്നപ്പോൾ ഞങ്ങൾ ക്ഷണിച്ചപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ഓണാഘോഷത്തിന് ഞാൻ എത്തിച്ചേരുന്നു പറഞ്ഞിരുന്നു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തിയപ്പോൾ? സൂപ്പറാണ്, കൂളാണ്, എന്ന് കാണുന്നത് പോലെ തന്നെയാണ്. ഇവിടെ ഒരു തമാശയുള്ളത്, നമ്മുടെ മിഥിലയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു ദീപകന്റെ വൈഫ് നീത ചേച്ചി. നിങ്ങൾ കോളേജിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ടോ? കോളേജിൽ കണ്ടിട്ടുണ്ട്. ആ കാര്യം ഞാൻ അറിഞ്ഞില്ല. ദീപകൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ സമീർ, എങ്ങനെയാണ് എവിടെ? ഷാഹിദ് മുങ്ങിയോ? ഷാഹിദ് ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്നു അവിടുന്ന്. എന്തിനാ വന്നേന്നൊക്കെ ചോദിച്ചിട്ട്. സത്യം പറ, എന്തിനാ ഭീഷണിപ്പെടുത്തുന്ന ഉമ്മാന? അല്ല, നമുക്ക് പാട്ടും ബഹളൊക്കെ വേണ്ടേ? അവകാശം. ഡാൻസിലേക്ക് പോവാണ് നമ്മള്. ഓണം മോഡ്. ഏത് മൂടാണ് ഋതുകൂട്ടാ? ഏത് മൂടാ? പാട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവൻ തന്നെ ഓപ്പറേറ്റർ. പക്ഷെ ഒരു കാര്യം, ഗുജറാത്തിൽ നിന്നാണ്, സൂറത്തിലെ പരിപാടി കഴിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് ഋതുക്കൂട്ടൻ എത്തിയത്. 2 പരിപാടി, മുംബൈയിൽ ഒരു പരിപാടി, അത് കഴിഞ്ഞ് സൂറത്ത്, അവിടെ നിന്നാണ് എത്തിയത് അല്ലേ? എങ്ങനെയായിരുന്നു പരിപാടി? അടിപൊളിയായിരുന്നു. 24 ഓണം എങ്ങനെയുണ്ട്? സത്യം പറ, നീ ഫ്ലവേഴ്സിൽ ഓണമൊക്കെ ഒരുപാട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ വന്നിട്ട് ഓണത്തിന്റെ ഇങ്ങനെ ആഘോഷിക്കുന്നത്. എന്തായാലും ഇനി ഫുള്ളുണ്ടല്ലോ, ഇത് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട്? എത്തിയിട്ട് എന്ത് അടിപൊളി തന്നെ. അടിപൊളി തന്നെ. ഓക്കെ ഷാഹിദ്, അപ്പൊ നമ്മള് പൊളിക്കാണ്. ഡാൻസിന്റെ ചാർജ് ഷാഹിദിനാണ് കേട്ടോ. പാട്ടിന്റെ ചാർജ് നിഖില്, സമീർ. ഡാൻസ് ഷാഹിദ്, ആശിഷ്. ഇത് നമ്മളെ ടീമിനെ എല്ലാവരും ഒന്ന് കാണിക്കാം. ദീപക്, നിങ്ങള് എല്ലാവരെയും കണ്ടു. നിങ്ങൾ അടിച്ചു പൊളിക്ക്, ഗംഭീരമാക്ക്, സദ്യയൊക്കെ കഴിച്ച് ഉഷാറാക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.